നമ്മുടെ ഡേ 1ന്റെ റിസൾട്ട് ആണ് ഗൈസ് ഇപ്പോൾ എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നത്. ഫേസ് നല്ല രീതിയിൽ സോഫ്റ്റ് ആകും. ഫസ്റ്റ് യൂസിൽ തന്നെ എന്തായാലും ഫേസ് സോഫ്റ്റ് ആകുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 7 ഡേയ്സ് സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിന്റെ ഡേ 1 ആണ് ഗൈസ് ഇന്നത്തെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്ക്രബും ഒരു ഫേസ് മാസ്കും ആണ്. സ്ക്രബിന് വേണ്ടിയിട്ട് ചെറിയതായിട്ട് പൊടിച്ച പഞ്ചസാരയും കോഫി പൗഡറും അതേപോലെ ഹണി, ലൈം ജ്യൂസ്, ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് 4ഉം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് ആദ്യം വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. എന്നാലേ ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിലേക്ക് ഇത് ഇറങ്ങുള്ളൂ. ഓക്കെ, ഇത് നമ്മളൊരു 5 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക. ശേഷമാണ് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും മുഖം ഒത്തിരി ഇട്ട് വരയ്ക്കരുത്. ചെറിയതായിട്ട് സ്ക്രബ് ചെയ്ത് കളയുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ആ ഷുഗറിന്റെ ചെറിയ ചെറിയ തരിപ്പും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അത് വെച്ച് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്യുക. ഒരിക്കലും മുറുക്ക സ്ക്രബ് ചെയ്ത് ഫേസിൽ സ്ക്രാച്ച് ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു 3 to 5 മിനിറ്റ്സ് ഇത് ഫേസിൽ വെക്കുക. വെച്ചിരുന്ന ആ ഒരു പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഒരു വേറൊരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫേസ് ഇനി വാഷ് ചെയ്യാം. അപ്പം ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫേസ് മാസ്ക് ആണ്. അപ്പം നമുക്ക് ഫേസ് മാസ്കിലേക്ക് കിടക്കാം. ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ലൈം ജ്യൂസും ഹണിയും. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു കോട്ടൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് യൂസ് ചെയ്തിട്ടോ ഫേസ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെയും അപ്ലൈ ചെയ്യാം. ഇതേപോലെ ഒരു സ്റ്റീൽ സ്പൂൺ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തണുപ്പും കൂടെ ഫേസിലേക്ക് കിട്ടുമ്പോൾ ഇത് പെട്ടെന്ന് ഉള്ളിലേക്ക് വലിഞ്ഞോളും. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചെറിയതായിട്ട് ഇതിന്റെ സർക്കിൾ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഷുവർ വരുന്നു. ഇനി അഥവാ നിങ്ങളുടെ ഫേസിൽ റേസർ വെച്ചോ എപ്പോഴെങ്കിലും ചെറിയ ചെറിയ മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെമൺ അതിലേക്ക് വീഴുമ്പോൾ ചെറുതായിട്ടൊന്ന് നീറുമായിരിക്കും. അത് വേറൊന്നും വിചാരിക്കേണ്ട, ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അങ്ങനെ ഒരു നീണ്ട 7 മിനിറ്റിന് ശേഷം നമ്മുടെ ഫേസ് മാസ്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണിത്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ്. നമുക്കൊന്ന് തുടയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡേ 1ന്റെ റിസൾട്ടാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ റിസൾട്ട് എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഇന്ന് ഡേ 1 മാത്രമായിട്ടുള്ളൂ. ഇനി ഒരു 6 ഡേയ്സും കൂടെ ഫ്രണ്ടിലോട്ട് കിടപ്പുണ്ട് ഗൈസ്. മസ്റ്റ് ആയിട്ടും ഈ 7 ഡേയ്സും എൻ്റെ കൂടെ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തേന് ഇത്രേ ഉള്ളൂ ഗൈസ്. നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലും കൂടെ ഒന്ന് ഓണാക്കി ഇടുവാണെങ്കിൽ നാളെ എൻ്റെ വീഡിയോ വരുമ്പോഴത്തേനും അതിങ്ങനെ ക്ലിങ് 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 എന്നടിക്കും. തരാ.